നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് കരിയർ റീഡിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. 3 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കരിയർ റീഡിംഗ് ചെയ്യാൻ പോകുന്നത്. ഇതെനിക്കൊരു പേഴ്സണൽ റീഡിംഗ് വന്നിട്ടില്ല. സാധാരണ ഞാൻ കരിയറിന് അത്രയും റീഡിംഗ് എടുക്കാറില്ല കരിയറിന് വേണ്ടി. കാരണം ആൾക്കാർക്ക് ആ കരിയർ ഒന്നും കാണണ്ട. കൂടുതലും എൻ്റെ വീഡിയോസ് കാണുന്നത് തേർഡ് പാർട്ടി റീഡിങ്സ് വരുമ്പോൾ അല്ലെങ്കിൽ ലവ് റീഡിങ്സ്. കരിയറിനപ്പോൾ ആൾക്കാർക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ടാണ് കരിയർ റീഡിംഗ് ഞാൻ അധികം ഇടാതിരുന്നത്. ഇപ്പൊ കരിയർ റീഡിംഗ് ഇന്ന് പേഴ്സണൽ റീഡിംഗ് വന്നത് കൊണ്ട് കരിയർ റീഡിംഗ് ഇടാന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പൊ നിങ്ങളുടെ കരിയറിന്റെ അവസ്ഥ, പിന്നീട് ജൂൺ 30, 2026 നിങ്ങളുടെ കരിയറിലേക്ക് എന്താണ് വരാൻ പോകുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. കൂടെ യൂണിവേഴ്സിന്റെ ഒരു ഗൈഡൻസും. അപ്പൊ നിങ്ങൾ നമ്പർ സെലക്ട് ചെയ്തോളൂ. 1, 2, 3. ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും റെസനേറ്റ് ചെയ്യില്ല കേട്ടോ, അത് ആദ്യം പറയാണ്. അപ്പൊ നമ്പർ സെലക്ട് ചെയ്തോളൂ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്തു എന്ന വിശ്വാസത്തിൽ ഞാൻ 2ഉം 3ഉം കാർഡ് ഇങ്ങോട്ട് മാറ്റുകയാണ്. നമുക്ക് സ്ഥലം ഉണ്ടാക്കിട്ട് എടുക്കണം. അപ്പൊ 2, 3 മാറി. ഇനി ഒന്നാമത്തെ കാർഡിന്റെ ആദ്യം നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ കാർഡില് എന്താണ് വരുന്നത് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഭഗവാനെ, അപ്പൊ നിങ്ങളുടെ കരിയറിനെ കുറിച്ച് നിങ്ങൾ എന്താണ് അറിയേണ്ടത്, അതാണ് യൂണിവേഴ്സ് ഇപ്പൊ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഭഗവാനെ, ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ കരിയറിന്റെ അവസ്ഥയെക്കുറിച്ചും അതിന്റെ ഭാവിയെക്കുറിച്ചും യൂണിവേഴ്സിന് പറയാനുള്ളത്. ഭഗവാനെ, ഓം നമഃ ശിവായ. 3 ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കും വേണ്ടിയിട്ട് കോമൺ ആയിട്ട് എടുക്കുന്ന ഓറക്കിൾ മെസ്സേജ് ആണ്. ഇതിനകത്ത് കേദാർനാഥ് ഒരു കാർഡ് വന്നിട്ടുണ്ട്. ഇനി കാർഡ്സ് വരുമെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ഒരു ചിലപ്പോ ജോലി, ഒരു ഡെപ്യൂട്ടേഷനിൽ നിങ്ങൾ എന്ന് വെച്ചാല് ടെമ്പററി ആയിട്ടൊരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിലേക്ക് പോകേണ്ടി വരിക, അങ്ങനെ എന്തോ ഒരു അവസ്ഥ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പൊ അത് നിങ്ങള് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും പുതിയൊരു സ്ഥലത്തേക്ക് പോകുക എന്ന് പറയുമ്പോൾ. പക്ഷെ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് വേണം നിങ്ങൾ അതിലേക്ക് പോകാൻ. ചിലർ പുതിയ ജോലിയിലേക്ക് കയറാൻ പോകുന്നു. എന്തായാലും നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ ഒരു കുറെ വർഷങ്ങളായിട്ട് ഒരു കമ്പനിയിൽ നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് തോന്നുകയാണ് വേറൊരു കമ്പനിയിലേക്ക് പോകണം. അപ്പൊ നമ്മള് അറ്റ്മോസ്ഫിയർ എന്താണ്, സ്ഥിതി എന്താണ്, എക്കോണമിയുടെ സ്ഥിതി എന്താണ് എന്നെല്ലാം നോക്കണം. ഇടയ്ക്ക് 3 മിനിറ്റ് ആകുമ്പോൾ ഇത് ഓഫായി പോകും. എന്ന് വെച്ചാൽ സ്ക്രീൻ സേവ് മോഡ് വരും. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് കുത്തുന്നത് ക്യാമറയ്ക്ക്. സോറി കേട്ടോ. അപ്പോ നിങ്ങള് ഒരു കമ്പനി വിടാൻ പോകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ചുറ്റും എന്താണ് സിറ്റുവേഷൻ. നിങ്ങൾ പുതിയ കമ്പനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വലിയ സാലറി ഒക്കെ ഓഫർ ചെയ്യും, നിങ്ങൾ ചെല്ലും. പക്ഷെ എപ്പോഴും ഒരു ലേ ഓഫ് വരിക, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം പറഞ്ഞു വിടുന്നത് റീസെന്റ് ആയിട്ട് ജോയിൻ ചെയ്ത ആളുകളായിരിക്കും. അത് എപ്പോഴും ഓർക്കുക. ഇപ്പൊ ഇവിടെ അങ്ങനെ ഒരു എന്ന് വെച്ചാൽ നിങ്ങളെ പറഞ്ഞു വിടുന്നതല്ല, നിങ്ങൾ പുതിയതായിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് കയറുകയോ പുതിയൊരു കരിയറിലേക്ക് പോകുമ്പോഴോ നിങ്ങൾ എല്ലാ കാര്യവും ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എന്നുള്ള ഒരു കാര്യം. കാരണം നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെന്റ്, പുതിയ കമ്പനി, പുതിയ ആളുകൾ, പുതിയ അറ്റ്മോസ്ഫിയർ. പക്ഷെ അത് ഫ്യൂച്ചറിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം പതിയിരിക്കുന്നുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരെ അവരുടെ അവസ്ഥ എന്താണ്, എന്താണ് അവസ്ഥ എന്ന് നോക്കാം. കരിയറിൽ 4 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് ആണ്. 4 ഓഫ് സ്വേർഡ്സ് റിവേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ഷൻ എടുക്കാനുള്ള സമയമായി എന്നാണ് കാണിക്കുന്നത്. അപ്പോ നിങ്ങൾ ചിലപ്പോ കുറെ നാളായിട്ട് പെൻഡിങ് വെച്ചിരുന്ന എന്തോ ഒരു കാര്യം, എന്തോ ഒരു ചോയ്സ്, ഈ കമ്പനിയിൽ നിൽക്കണോ ആ കമ്പനിയിലേക്ക് പോണോ എന്നൊരു ചോയ്സ് ആയിരിക്കും ചിലപ്പോ. അല്ലെങ്കിൽ പ്രൊമോഷന് ട്രൈ ചെയ്യണോ, എന്തോ ഒരു പുതിയ നിങ്ങൾ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം, നിങ്ങൾ ആക്ഷൻ എടുക്കാതിരുന്ന ഒരു കാര്യത്തിന് നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകുകയാണ്. അതല്ല നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. കുറെ നാളായി ഞാൻ ഇങ്ങനെ മാറ്റി വെച്ച് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്ന കാര്യമാണ്. ഇനി ഞാൻ ഇതിന് ആക്ഷൻ എടുത്തേ പറ്റുള്ളൂ എന്നൊരു കാര്യം നിങ്ങൾക്ക് തീരുമാനമായിട്ടുണ്ട്. അക്വേറിയസ്, ലീബ്ര, ജെമിനി. ഇത് നിങ്ങളായിട്ട് ഒരു തീരുമാനമെടുത്തതായിരിക്കാം, അല്ലെങ്കിൽ
യൂണിവേഴ്സ് നിങ്ങളെ അതിന് ഫോഴ്സ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും. ഓൾറൈറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം. ഇതിനെ കൺഫേം ചെയ്യുന്നത്, ക്ലാരിഫൈ ചെയ്യുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ സമയം ഇപ്പോ എന്താണ് സമയം, ചീത്തയാണോ നല്ലതാണോ എന്നറിയില്ല. ഏതാണോ നിങ്ങളുടെ ഇപ്പോഴത്തെ സമയം, അത് മാറാൻ പോകുന്നു കരിയറിലേക്ക്. അതാണ് ഈ വീൽ ഓഫ് ഫോർച്യൂൺ. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ കാലചക്രമാണ്. ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ. അതിന്റെ കൂടെ സൺ കാർഡും. നല്ല ഒരു കാര്യം, സൺ കാർഡ് എന്ന് പറഞ്ഞാൽ ഹാപ്പിനെസ് ആണ്. ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള, നല്ലൊരു പുരോഗതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ആ കാര്യത്തില്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും. ഇത് ലിയോ സോഡിയാക് സൈൻ ആണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ അടുത്ത ചോദ്യം, ജൂൺ 30, 2026 നിങ്ങളുടെ കരിയറിലേക്ക് എന്താണ് വരുന്നത്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. തക്കാല ഇത് എവറി 3 മിനിറ്റ് കിട്ടുമ്പോ ഞാൻ ഇങ്ങനെ കുത്തേണ്ടി വരും. സോറി, ഈ ഷഫിള് മതി. ഇനി ഞാൻ നിങ്ങളുടെ കരിയറിലേക്ക് 30 ജൂൺ 2026 എന്താണ് വരാൻ പോകുന്നത് ഇതാണ് നോക്കുന്നത്. ഭഗവാനെ, ഓം നമ ശിവായ. ഇവിടെ ഒരു 4 കാർഡുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 3 ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫീസിൽ നിറയെ കൂട്ടുകാരുണ്ടായിട്ടാവും, അവര് തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നം, നിങ്ങളും അവരുമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിട്ടുള്ള എന്തോ ഒരു പ്രശ്നം, നിങ്ങള് ആ ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കോ, നിങ്ങൾ കൊടുത്ത പൈസ തിരിച്ചു കിട്ടാതിരിക്കോ ചെയ്തപ്പോ സംസാരത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവര് ചിലപ്പോ തിരിച്ചു തന്നില്ല, നിങ്ങൾ ചിലപ്പോ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ ആ ഒരു പ്രശ്നം കൊണ്ടാണ് നിങ്ങൾ ഇതിൽ നിന്ന് പോകാം. അപ്പൊ ഈ ഒരു പ്രശ്നം ഇപ്പൊ നടന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആർക്കെങ്കിലും പൈസ മേടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും പൈസ കൊടുത്തിട്ടുണ്ട്, ഇന്ന ദിവസത്തിനുള്ളിൽ കിട്ടും, തിരിച്ചു തരും. കാരണം നിങ്ങൾക്ക് എന്തോ അത്യാവശ്യമുള്ള പൈസയാണ് നിങ്ങൾ അവർക്ക് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് വലിയൊരു ഇഷ്യൂ ആണ്. അപ്പൊ അത് തിരിച്ചു കിട്ടാതിരിക്കാനുള്ള ഒരു അവസരം വരാൻ പോകുന്നുണ്ട്. ആ അവസരത്തില് സംസാരം നിങ്ങൾ സംസാരിച്ച് അത് വലിയ പ്രശ്നമായിട്ട് മാറും. നിങ്ങൾ തമ്മിലുള്ള ബന്ധം തന്നെ അത് നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങൾ ആ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോ അപ്പോഴാണ് നിങ്ങൾ ഒരു തീരുമാനം എടുക്കേണ്ടി വരാൻ പോകുന്നത്. ഈ കമ്പനിയിൽ നിന്ന് പോകാം, അറ്റ്ലീസ്റ്റ് ഈ ബ്രാഞ്ചിൽ നിന്ന് വേറെ ബ്രാഞ്ച്, ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറെ ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ എന്തായാലും ഒരു ചേഞ്ച് നിങ്ങളുടെ കരിയറിൽ വരാൻ പോകുന്നുണ്ട്. ഇപ്പൊ പോകുന്ന പോലെ അല്ല പോകാൻ പോകുന്നത്. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? നിങ്ങൾക്കുള്ള ഗൈഡൻസ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ 6 ഓഫ് കപ്സ് റിവേഴ്സ് ആണ്. 6 ഓഫ് കപ്സ് അപ്രൈറ്റ് വരുമ്പോൾ പണ്ട് മുതലേ പരിചയമുള്ള 2 പേര്, ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട് ആവാം, ജസ്റ്റ് ഫ്രണ്ട്സ് ആവാം. എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ വളരെ കൂട്ടുകാരായിരിക്കുന്നവര് പൈസയുടെ കാര്യത്തിൽ അത്ര കോൺഫിഡന്റ് ആണെങ്കിലും മാത്രം, നിങ്ങൾക്ക് അത്യാവശ്യമില്ലാത്ത പൈസ ആണെങ്കിലും മാത്രം, എന്ന് വെച്ചാൽ ആ പൈസ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, എങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമേ നിങ്ങള് ഫ്രണ്ട്സിന് ഇങ്ങനെ വലിയ എമൗണ്ട്സ് ഒക്കെ കൊടുക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ള പൈസ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ആ സമയത്ത് തരാൻ പറ്റാതിരുന്നു കഴിഞ്ഞാൽ അതൊരു പ്രശ്നത്തിലേക്ക് പോകും. അതാണ്. അപ്പൊ നിങ്ങളോട് പറയുന്നത്, എത്ര ക്ലോസ് ആയ ഫ്രണ്ട് ആണെങ്കിലും നിങ്ങൾ ഇതൊന്ന് ആലോചിക്കുക. എന്ന് വെച്ചാല് അവർക്ക് പൈസ കൊടുക്കുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. കാരണം ഇതിനകത്ത് ചിലപ്പോ കള്ളത്തരങ്ങൾ, ചിലപ്പോ ഈ ഓഫീസിൽ ഈ പരിചയപ്പെട്ടിരിക്കുന്ന പുതിയൊരു കാര്യമായിരിക്കാം, പുതിയതായിട്ട് നിങ്ങളുടെ ഓഫീസിലേക്ക് ജോയിൻ ചെയ്തു, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ക്ലോസ് ആയി, അവര് നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് കൂടി വലിയ അടുപ്പമായി. അപ്പൊ അവർക്കാണ് നിങ്ങൾ അത്യാവശ്യത്തിന് പൈസ കൊടുത്തിരിക്കുന്നത്. അത്രയും അടുപ്പമായപ്പോ ചോദിച്ചപ്പോ കൊടുക്കാതിരിക്കാനും പറ്റുന്നില്ല. എങ്ങനെയാണ് നിങ്ങളുടെ അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക. കാരണം ഇവര് കുറച്ചൊരു പറ്റിക്കൽ പ്രസ്ഥാനമുള്ള ആളുകൾ. അപ്പൊ ആൾക്കാരെ നോക്കിയിട്ട് വേണം നമ്മൾ പണത്തിന്റെ ഇടപാടുകൾ നടത്താനെന്ന് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പൈസ മേടിച്ച് അവര് പുട്ടടിക്കുകയാണ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. കാരണം അവര് നിങ്ങളോട് ചോദിച്ചു, നിങ്ങൾ കൊടുത്തു, അവരെടുത്തു.
മനസ്സിലായി. ഇനിയിപ്പം തരേണ്ട സമയത്ത് തരാം എന്നൊരു മനസ്ഥിതിയും കൂടെ വരണ്ടേ. ചിലപ്പോ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ ഓഫീസിൽ വെച്ചുള്ള പരിചയം, നേരത്തെ പരിചയം ഇല്ലാത്ത ആളായിരിക്കും. അതുപോലെ തന്നെ ഇവര് മേടിക്കുക മാത്രമേ ചെയ്യുള്ളൂ, തിരിച്ചു കൊടുക്കാത്ത ഒരു സ്വഭാവമുള്ള ഒരാളാണെന്നും കൂടി പറയുന്നുണ്ട്. അപ്പൊ ഫ്യൂച്ചറിൽ പൈസയുടെ ഇത് വരുമ്പോ പെട്ടെന്ന് പരിചയപ്പെട്ട് പെട്ടെന്ന് അടുത്തുകൂടുന്ന ആളുകൾക്ക് പൈസ കൊടുത്ത് സഹായിക്കാതിരിക്കുക, പ്രത്യേകിച്ച് നിങ്ങൾക്ക് അത്യാവശ്യമുള്ള പൈസയാണെങ്കിൽ. ഇതാണ് ഒന്നാമത്തെ. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ ജൂൺ 30, 2026 ഈ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നിങ്ങൾ മാറേണ്ടി വരും. ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാർഡ് നമ്പർ സെലക്ട് ചെയ്തവരുടെ റീഡിംഗ്. ഇനി നമ്മൾക്ക് രണ്ടാമത്തെയും മൂന്നാമത്തെയും കാർഡ്സ് നോക്കാനുണ്ട്. ഒന്നാമത്തെ കാർഡ് കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ കാർഡ് കേട്ടോ. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് നമ്മൾ പോകുന്നത്. രണ്ടാമത്തെ കാർഡ് എന്താണ്? നിങ്ങളുടെ കരിയറിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു സ്ഥലത്ത് എന്തോ എന്താണ് കാര്യം എന്ന് നിങ്ങൾക്കും അറിയില്ല. നിങ്ങൾ ഒരു കമ്പനിയിൽ ഉറച്ചു നിൽക്കുന്നില്ല. ഒരു 2 മാസം ചിലപ്പോൾ ബോറടി ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ആദ്യമൊക്കെ രസമായിരുന്നു, ഇപ്പൊ ബോറടിക്കുന്നു. അധികം എന്ന് വെച്ചാൽ നിങ്ങൾ അത്രയും പ്രായമാകാത്ത ഒരാളായിരിക്കാം, ഒരു 20-നും 30-നും ഇടയ്ക്ക്. അപ്പൊ ആ സമയത്താണ് നമുക്ക് ഉഴപ്പി നടക്കാൻ എന്നുവെച്ചാല് ഒരു സ്ഥിരത ഇല്ലാതെ ഈ കമ്പനിയും ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമുക്ക് വീട്ടിൽ പൈസ കൊടുക്കേണ്ട അത്യാവശ്യം വരുന്നില്ല. മനസ്സിലായി. വീട്ടുകാർ പറയുന്നുണ്ട് കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങൾ ജോലി ചെയ്ത് പൈസ സമ്പാദിക്കണം എന്നൊക്കെ വീട്ടുകാർ പറയുന്നുണ്ടെങ്കിലും, നിങ്ങൾക്ക് ഇപ്പൊ വീട്ടിൽ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ നിങ്ങളുടെ പൈസ ഉണ്ട്. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ വീട്ടിൽ കാര്യമായിട്ടുള്ള പ്രഷർ ഇല്ല. അതുപോലെ തന്നെ വീട്ടുകാർ നിങ്ങളുടെ പൈസ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലുള്ള ഒരാളായിരിക്കും ഇത്. കാരണം ഇത് മിക്കവാറും അൺമാരീഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോ പൈസ സ്വന്തം ആവശ്യത്തിന് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഇപ്പൊ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ കരിയറിൽ നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന കാര്യം, ആദ്യമൊക്കെ എനിക്ക് ജോലി വലിയ ഇഷ്ടമായിരുന്നു, വലിയ നല്ല ഇതായത് അറ്റ്മോസ്ഫിയർ ഒക്കെ ആയിരുന്നു. ഇപ്പൊ മാറിപ്പോയി, എനിക്ക് അത്ര വലിയ സുഖമില്ല. അപ്പൊ നിങ്ങള് ഇതല്ല എന്റെ ജോലി, ഇതല്ല എന്റെ ഫ്യൂച്ചർ എന്ന് നിങ്ങൾക്ക് ഒരു തോന്നല് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഫ്യൂച്ചർ ഇതല്ല എന്ന് നിങ്ങൾക്കൊരു ചിന്ത വന്നിട്ടുണ്ട്. ഇവിടെ ലവേഴ്സ് റിവേഴ്സ് ആണ്. ഇത് കരിയറിന്റെ റീഡിംഗ് ആണ്. ലവേഴ്സ് റിവേഴ്സ് ആണ്, ട്വിൻ ഫ്ലെയിം, 2 of cups റിവേഴ്സ് ആണ്. അപ്പം എനിക്ക് മനസ്സിനിണങ്ങിയ ജോലി അല്ല. ആദ്യം എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ ജോയിൻ ചെയ്തു, അപ്പൊ ഞാൻ അവരോട് ജോയിൻ ചെയ്തു. പക്ഷെ ഇവിടെ ജോയിൻ ചെയ്ത് ട്രെയിനിങ് എല്ലാം തുടങ്ങി, കുറച്ചൊന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പറ്റിയ ജോലിയല്ല, ഞാൻ ഈ ഫീൽഡിൽ നിന്ന് വന്ന ആളല്ല, ഫ്രണ്ട്സിന്റെ കൂടെ വന്ന് കയറിയതാണ് എന്നൊരു ചിന്ത. ഇത് ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഏരീസ്, ലിയോ, സജിറ്റേറിയസ്. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കരിയറിന്റെ അവസ്ഥ. അപ്പൊ നിങ്ങൾ ഒട്ടും സീരിയസ് അല്ല ഈ കരിയറിനെ കുറിച്ചിട്ട് എന്നാണ് കാണിക്കുന്നത്. എന്താണ് ജൂൺ 30, 2026 നിങ്ങളുടെ കരിയറിലേക്ക് വന്ന് കയറാൻ പോകുന്നതും. റിവേഴ്സ് ആണോ എല്ലാം എന്ന് നോക്കിയാൽ മതി. എല്ലാം റിവേഴ്സ് അല്ല, പക്ഷെ വരുന്ന കാർഡ് എല്ലാം റിവേഴ്സ് ആണ്. കാരണം നിങ്ങൾ ഈ കരിയറിനെ കുറിച്ച് സീരിയസ് അല്ല. നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ആരുടെയോ പ്രേരണ കൊണ്ടോ, എല്ലാവരും കൂടി ജോയിൻ ചെയ്തപ്പോൾ ഞാനും ജോയിൻ ചെയ്തു എന്നൊരു സിറ്റുവേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ എംപ്രസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇതിലേക്ക് ഈ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കില്ല. പിന്നെ നിങ്ങൾ ഇത് ആരോടും ഡിസ്കസ് ചെയ്യുന്നില്ല. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാലത്ത് എഴുന്നേറ്റ് ജോലിക്ക് പോകും, അല്ലെങ്കിൽ ഷിഫ്റ്റ് എപ്പോഴാണ്, നിങ്ങൾ ഷിഫ്റ്റ് ജോലിയാണ് ചെയ്യണമെങ്കിൽ ഷിഫ്റ്റ് എപ്പോഴാണ്, ഷിഫ്റ്റ് ആ സമയത്ത് എഴുന്നേറ്റ് പോകാനൊന്നും തോന്നുന്നില്ല. ഇതിനകത്ത് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ഈ ജോലിയല്ല ഫ്യൂച്ചറിൽ ചെയ്യാൻ പോകുന്നത്, പിന്നെ ഞാൻ എന്തിനാ ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത. ഒട്ടും പാഷനറ്റ് അല്ല. നിങ്ങൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ ട്രൈ ചെയ്യും, ഈ കമ്പനിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കും നിങ്ങൾ കേട്ടോ. അപ്പോ പക്ഷെ അത് ജൂൺ 30 നടക്കില്ല. ഈ ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ ജൂൺ 30 നിങ്ങളുടെ മനസ്സ് ഭയങ്കരമായിട്ട് ടെൻഷനിലേക്കും അൺഹാപ്പിനെസ്സിലേക്കും ആകെ കൂടെ ദേഷ്യം കേറിയും പോയി ഇറങ്ങാൻ. ചിലപ്പോൾ ബോണ്ട് സൈൻ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ആ ബോണ്ട് ആ ടൈം കഴിയാതെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പെട്ടു. അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പൊ ജൂണിലും ഇതേ അവസ്ഥ തന്നെയാണ്. ഒട്ടും സന്തോഷമില്ലാത്ത ഒരു ജോലിയിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് എന്താ പറയാ, ലീവ് എടുക്കാൻ പറ്റില്ല, ആ പീരീഡില് ലീവ് തരില്ല. അതുപോലെ തന്നെ സാലറി കട്ടാവും, അതുപോലെ തന്നെ ബ്ലാക്ക് മാർക്ക് വരും. അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിൽ ഗ്രോത്ത് ഇല്ലാന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കില്ലെങ്കിലും നിങ്ങൾ ജൂണിലും ഈ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. ടോറസ്, ലീബ്ര, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. അതുമല്ല നിങ്ങൾക്ക് പുതിയ ഓഫർ ഒന്നും ജൂണില് പുതിയ കമ്പനി ഒന്നും കണ്ടുപിടിക്കാൻ പറ്റില്ല
കേട്ടോ. അതും ഒരു ഇതാണ്. അപ്പൊ നിങ്ങൾ ഇതിനകത്ത് സ്റ്റക്ക് ആയിട്ടിരിക്കും ജൂൺ മൊത്തത്തില്. എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്ന് ചോദിക്കുമ്പോൾ നിങ്ങള് ഒരു നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കമ്പനിയിൽ ഒന്ന് നിങ്ങൾ ഇരുന്ന് ആലോചിക്കണം എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമില്ലാത്തത്? ഇതിപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫീൽഡ് അല്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെയാണ് നിങ്ങൾ ഇവിടെ ചേർന്നിരിക്കുന്നത് അല്ലേ? അപ്പോ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ടപ്പെടാത്തതിന്റെ കാരണം നിങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ആള് നിങ്ങള് മാനസികമായിട്ട് ടെൻഷൻ കൊടുക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് HR പോയി കാണാം. ഇതിപ്പോ സാലറി വലിയ കുഴപ്പമില്ലാത്ത കമ്പനിയാണ്, നിങ്ങളുടെ വീടിനടുത്താണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷിഫ്റ്റ് ആണ്, സമയമെല്ലാം വലിയ പ്രശ്നമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടാണ് നിങ്ങളുടെ ഈ ഒരു അവസ്ഥ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സിറ്റുവേഷൻ ആണ്, നിങ്ങൾക്ക് പിടിക്കുന്നില്ല. അപ്പൊ അതെന്താണെന്ന് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ജോലി ഇഷ്ടമില്ലാത്തത് എന്ന കാര്യം നിങ്ങൾ കണ്ടുപിടിക്കണം. നിങ്ങൾ കാരണം ജോലി ഇട്ടിട്ട് പോവാം എന്നുള്ളത് നമുക്ക് വളരെ ഈസിയാണ്. ജോലി എനിക്ക് വേണ്ട, ഞാൻ പോണില്ല, അത്രയല്ലേ ഉള്ളൂ കാര്യം. പക്ഷേ ഈ ഒരു പ്രവണത നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഹാബിറ്റ് ആയിട്ട് മാറും. അതുകൊണ്ടാണ് യൂണിവേഴ്സ് പറയുന്നത് ഇത് നിങ്ങൾ ആലോചിക്കണം, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജോലി ഇഷ്ടമില്ലാത്തത്. മനസ്സിലായോ? അതിനുള്ള കാരണം നിങ്ങൾ കണ്ടുപിടിക്കണമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഇത് സ്കോർപിയോ ആണ്. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ. ഏസ് ഓഫ് കപ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോ നിങ്ങൾ ആരോടെങ്കിലും ഇതിനകത്ത് ആരോടെങ്കിലും നിങ്ങൾക്ക് ക്രഷ് ഉണ്ടായിരുന്നോ? ആ ക്രഷ് ആ പേഴ്സൺ വേറെ ആരെങ്കിലും ഇഷ്ടപ്പെട്ട് തുടങ്ങിയോ? അതോ നിങ്ങൾ പറഞ്ഞപ്പോ അവർക്ക് ഇത് പറ്റില്ല, ഇത് നടക്കില്ല എന്ന് അവർ പറഞ്ഞോ? അതൊക്കെ കൊണ്ടിട്ടാണ് നിങ്ങൾ ഇരുന്ന് ആലോചിക്കണമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാർഡ് നമ്പർ സെലക്ട് ചെയ്തിട്ടുള്ളവർക്കുള്ള കരിയർ റീഡിംഗ്. ചില സമയത്ത് നമ്മൾ ഓഫീസുകളിൽ ചിലർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഓഫീസിൽ നിൽക്കുന്നത് ഇന്ന ഒരാൾ അവിടെ ഉണ്ട്, അപ്പൊ അയാളെ കാണാമല്ലോ എന്നതിലാണ് ഞാൻ ഇതെല്ലാം സഹിച്ചു നിൽക്കുന്നത് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാണോ അവസ്ഥ എന്ന് ഒന്ന് ആലോചിക്കാം. ഇനി മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്ത ഇങ്ങനെയല്ലേ? ഓക്കെ, മൂന്നാമത്തെ നമ്പർ സെലക്ട് ചെയ്തവരുടെ കാർഡാണിത്. ഇത് കിങ് ഓഫ് പെന്റക്കിൾസ് ആണ്. വളരെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാർഡാണിത്. പൈസയുടെ കാര്യം, ഫിനാൻസിന്റെ കാര്യം. ഇത് കിങ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പണത്തിന്റെ രാജാവ് അതാണ്. മനസ്സിലായോ? അപ്പൊ ഈ രാജാവ് ഇഷ്ടം പോലെ, നിങ്ങളൊരു മാനേജറോ നിങ്ങളൊരു എന്തോ ഒരു കമ്പനി നടത്തുന്ന ആള് തന്നെ, ആരെങ്കിലും നല്ല കമ്പനി നടത്തുന്ന നല്ല പൊസിഷനിലുള്ള ഒരാളാണ്, നല്ലവണ്ണം പൈസ കിട്ടുന്ന ഒരാളാണ് നിങ്ങള്. ഇഷ്ടംപോലെ പണം കയ്യിൽ വരുന്നുണ്ട് നിങ്ങളുടെ. അപ്പോ ഇതിനെ നമുക്കൊന്ന് ക്ലാരിഫൈ. ഇത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ്. ഈ രാജാവ് പൈസ ഉണ്ടാക്കാനും അറിയാം, വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, വളരെ പ്ലാനിങ്ങോടെ ജോലി ചെയ്യുന്ന, ഉത്തരവാദിത്തങ്ങൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന, വളരെ സ്റ്റേബിൾ ആയ ഒരാളാണ്. ഒരു കരിയർ വളർത്തി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇത്. അത് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ വളർത്തി കൊണ്ടുവന്ന് ഒരു ലെവലിൽ എത്തി നിൽക്കുന്ന ഒരാളാണ് ഇത്. മാരീഡ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെ പേജ് ഓഫ് സ്വേർഡ്സ് കാണിക്കുന്നില്ല. അപ്പൊ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട് ഈ കരിയറിൽ. എന്തോ ഒരു നിങ്ങളായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണോ? ഒരു റിലേഷൻഷിപ്പിന്റെ പ്രശ്നമാണോ? എന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചതാണോ? നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ ഒരു കാര്യമാണോ? നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ബുദ്ധിമുട്ടാണ്, അങ്ങനെ ഒരു ഇതില്ല. നിങ്ങൾ മാനേജ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ ഫേസ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു സിറ്റുവേഷൻ ആണോ? അതിപ്പോ നിങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. കാരണം ഒരു ടവർ മൊമെന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടവർ മൊമെന്റ് ഒഴിവാക്കി എടുക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യാണ്. അപ്പൊ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്ത ഒരു അവസ്ഥ ഈ കരിയറിൽ. പക്ഷെ ആ അവസ്ഥ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എത്ര ട്രൈ ചെയ്തിട്ടും അത് ഒഴിവായി പോകുന്നില്ല. നിങ്ങൾ അത് ഫേസ് ചെയ്തേ പറ്റുള്ളൂ എന്നൊരു അവസ്ഥ. ഇത് സ്കോർപിയോ ആണ്. ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. മറ്റേത് ടോറസ്, വെർഗോ, കാപ്രിക്കോൺ. അപ്പൊ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണ് ചെയ്യുന്നത്. നിങ്ങൾ വളരെ ഹൈ പൊസിഷനിലുള്ള ഒരാളാണ്. പക്ഷെ ഈ ജോലിയിൽ നിങ്ങൾക്ക് പ്രശ്നം നേരിടുന്നു. ഈ ജോലി ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടേക്കാം, അല്ലെങ്കിൽ നിങ്ങളായിട്ട് ഇത് ഒഴിവാക്കി എടുക്കേണ്ടി വരും എന്നൊരു ടെൻഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നോക്കാം. നിങ്ങൾ ജൂൺ 30, 2026 ഈ ഒരു ജോലിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്താണ് വരുന്നത്? ഇവിടെ 2 കാർഡാണ് വന്നിട്ടുള്ളത്, വേറെ കാർഡും തിരിഞ്ഞിട്ടില്ല. ഒന്ന് 3 ഓഫ് വാൻഡ്സ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്, പിന്നെ ഒരു ഫുൾ കാർഡുമാണ്.
ഇവിടെ നിങ്ങൾക്ക് റിസ്ക് എടുത്ത ശീലമില്ല, നിങ്ങൾ റിസ്ക് എടുക്കുന്ന ആളല്ല, എല്ലാം പ്ലാൻ ചെയ്തെടുക്കുന്ന, ഒരു പ്ലാൻ വർക്ക്ഔട്ട് ചെയ്തില്ലെങ്കിൽ അതിൽ വേറൊരു പ്ലാൻ കണ്ടുപിടിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അപ്പൊ രണ്ട് പ്ലാൻ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ ഇത്, അല്ലാതെ നിങ്ങൾ റിസ്ക് എടുക്കില്ല. ഓക്കെ, ഇത് വർക്ക് ചെയ്തില്ലെങ്കിൽ അപ്പൊ നോക്കാം, അങ്ങനത്തെ ഒരു ചിന്തയില്ലാത്ത ഒരാളാണ് നിങ്ങൾ. വളരെ പ്ലാൻ ചെയ്ത് വളരെ സ്ട്രാറ്റജിക് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ റിസ്ക് എടുക്കേണ്ട ഒരു അവസ്ഥ ജൂൺ 30, 2026 നിങ്ങളുടെ ജീവിതത്തിൽ, കരിയറിൽ നിങ്ങൾ റിസ്ക് എടുക്കേണ്ട ഒരു കാര്യം വരും കേട്ടോ. അപ്പൊ അത് ഒഴിവാക്കി എടുക്കാൻ നിങ്ങൾ നോക്കണം. അപ്പൊ അതിന് മുമ്പേ 30-ാം തീയതിക്ക് മുമ്പേ അല്ലെങ്കിൽ ഒരു 15-ാം തീയതിക്ക് ഉള്ളിൽ നിങ്ങൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം. അത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ നോക്കണം. അല്ലെങ്കിൽ നിങ്ങൾ അവസാന നിമിഷം വരെ വെയിറ്റ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു റിസ്ക് എടുക്കുന്നതായിരിക്കാം. ആ റിസ്ക് ചിലപ്പോൾ സക്സസ്ഫുൾ ആകില്ല, നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആവില്ല. നിങ്ങളുടെ കരിയർ ഇതിൽ തന്നെ ഒരു ബ്ലാക്ക് മാർക്ക് ആയി മാറാൻ ഒരു ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ പ്ലാനിങ്ങോട് കൂടി, നിങ്ങൾ അങ്ങനെയാണ് സ്വഭാവം കരിയറിന്റെ കാര്യത്തിൽ പ്രത്യേകിച്ചും. അപ്പോ അങ്ങനെ ഒരു കാര്യത്തിൽ നിങ്ങൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ആക്റ്റീവായിട്ട് ഇതിനകത്ത് ഇറങ്ങണ്ടെന്നാണ് പറഞ്ഞത്. നിങ്ങൾക്ക് പണി കിട്ടും. ഒന്നാമത് നിങ്ങൾക്ക് ഇതൊരു റിസ്കി സിറ്റുവേഷൻ ആണ്. ഇവിടെ റിസ്ക് എടുക്കാൻ ആഗ്രഹിക്കാത്ത നിങ്ങൾ കയറി ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു വലിയ റിസ്ക് ആയിട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ പോകില്ല. ഇതിന് നിങ്ങൾക്ക് ഈ കള്ളത്തരം ശീലമുള്ളവർക്ക് കള്ളത്തരത്തിൽ നിന്ന് ചാടി പോകാൻ സുഖമാണ്. പക്ഷെ നിങ്ങൾക്ക് കള്ളത്തരം അങ്ങനെ ശീലമില്ലാത്ത ഒരാളാണ്. അപ്പൊ എന്ത് പറ്റുന്നറിയോ, ഈ തമാശ പറയാൻ അറിയാത്ത ആൾക്കാർ തമാശ പറയുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഒരു പണിയാണ്. അപ്പോ അതുപോലെ തന്നെ റിസ്ക് എടുക്കാൻ അറിയാത്തവര്, കാരണം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ പോകാത്ത ഒരാള്, അത് അവോയ്ഡ് ചെയ്യുന്ന ഒരാള് അങ്ങനെ ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോ അവിടെ റിസ്ക് എടുക്കേണ്ടി വരുമ്പോ അത് വലിയ പണിയാവും. കാരണം നിങ്ങൾക്ക് അറിയില്ല, എന്താണ്, ശീലമില്ല. അപ്പൊ ആ ഒരു പണി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇവിടെ അക്വേറിയസ്, ഏരീസ് ലിയോ, സാജിറ്റേറിയസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന് മുമ്പേ ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടതാണ്, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പ് എടുക്കുക കേട്ടോ. അല്ലാതെ സ്വയം ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വലിയ പണിയാവും എന്ന് പറയുന്നുണ്ട്. അപ്പൊ യൂണിവേഴ്സ് പറയുന്നത് ഇത് പൈസയുടെ എന്തെങ്കിലും കാര്യമാണോ? ആരെങ്കിലും നിങ്ങളുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന ആരെങ്കിലും മറിച്ചതാണോ പൈസ? അറിയില്ല, പക്ഷെ റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ തലയിൽ വരും. അപ്പൊ ഇത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ പെട്ടെന്ന് ഇതൊരു പൈസയുടേതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ 5 ഓഫ് പെന്റക്കിൾസ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. എന്തോ ഒരു ഫിനാൻഷ്യൽ ലോസ് ഉണ്ടായിട്ടുണ്ട്. അത് ചിലപ്പോ ഇപ്പൊ ഓഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത്, ഇപ്പൊ ഇത് കഴിഞ്ഞല്ലോ ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്, നമ്മള് പേപ്പർ ഫയൽ ചെയ്യണം, അതൊക്കെ ഇല്ലേ, അത് ആ സെറ്റിൽമെന്റിന്റെ സമയമാണ്. അപ്പൊ അതിലെന്തോ ഒരു തിരിമറി കണ്ടിട്ടുണ്ട്, എന്തോ എമൗണ്ട് കാണാതായിട്ടുണ്ട്. അപ്പൊ അത് പെട്ടെന്ന് തിരിച്ചു വെക്കേണ്ടി വരും. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമായിട്ട് മാറും. ഇപ്പൊ എടുത്ത ആൾ അല്ലെങ്കിൽ മാറ്റിയ ആളെ നിങ്ങൾ ഫോളോ അപ്പ് ചെയ്തിട്ട് കാര്യമില്ല. ഇത്ര സമയമുണ്ട്, അതിനുള്ളിൽ ഫയൽ ചെയ്യണം, ഡീറ്റെയിൽസ് കൊടുക്കണം, അല്ലെ, ടാലി ആവണം. അപ്പൊ ആ ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ ഫിനാൻഷ്യൽ റിക്കവറി ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ നിങ്ങൾ അതെടുത്ത് കോമ്പൻസേറ്റ് ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഇത് വലിയ തലവേദനയായിട്ട് മാറും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് കേട്ടോ. ഇത് ടോറസ് വെർഗോ കാപ്രിക്കോൺ ആണ്. ഇത് റിക്കവറി ആണ്. ഇത് നിങ്ങൾ ഇതിനകത്ത് നിന്ന് രക്ഷപ്പെടും. നിങ്ങളുടെ പൈസ, നിങ്ങളുടെ കുറെ പണം നഷ്ടപ്പെടും, പക്ഷെ നിങ്ങൾ ഇതിനകത്ത് ഊരിപ്പോരും. അങ്ങനെ ഒരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ കരിയർ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെയും കരിയർ നല്ലൊരു ഫ്യൂച്ചർ, നല്ല ഫിനാൻഷ്യൽ ഫ്യൂച്ചർ എല്ലാവർക്കും ദൈവം തരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.